ഒരു സാംസ്കാരിക സംഘടന നല്ല രീതിയിൽ പോകുന്ന ഒരു സംഘടനയുണ്ട് പൊഴിയൂർ BC SMRC എന്നാണ് പറയുന്നത്. അപ്പോൾ ഫുട്ബോളിനാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. സന്തോഷ് ട്രോഫി ഗ്രാമം എന്നൊക്കെ അറിയപ്പെടാൻ വേണ്ടി ആ സംഘടനയുടെ ഒരുപാട് ശ്രമങ്ങളുണ്ട് അതിലൊക്കെ പുറകെ. അപ്പോൾ അങ്ങനെ ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് അപ്പോൾ ഫുട്ബോളിന് വേണ്ടി നിലകൊള്ളുന്നത് പോലെ തന്നെ സാംസ്കാരികമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിനൊരു പ്രചോദനം ഉണ്ടായത് നെയ്യാറ്റിങ്കര ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ ഇടയ്ക്ക് കാണുകയുണ്ടായി. അപ്പൊ അതിൽ അവര് നെയ്യാറ്റിങ്കരയുടെ സാംസ്കാരിക ഹിസ്റ്ററി എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ അവര് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പഴക്കം ചെന്ന നെയ്യാറ്റിങ്കരയുടെ ഒരു സംഭവമായിട്ട് അവർ പറയുന്നത് വെള്ളയാണി ശാസനമാണ്. വെള്ളയാണി ശാസനത്തിൽ പറയുന്നത് പൊഴിയൂർ ശ്രീ മഹാദേവ. അപ്പൊ അവിടെ നിന്നാണ് കൃത്യമായിട്ട് പ്രചോദനം ഉണ്ടാകുന്നതിന്. കാരണം പൊഴിയൂർ എന്ന് പറയുമ്പോൾ ചെറിയൊരു കുഗ്രാമമാണ്. അപ്പൊ നെയ്യാറ്റിങ്കര എന്ന് പറയുമ്പോൾ വളരെ വിപുലമായ സാംസ്കാരിക, നമുക്കറിയാം, സ്വദേശാഭിമാനി എല്ലാം ഉള്ള വലിയൊരു മേഖലയാണ്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ തന്നെ അന്നത്തെ രാജാക്കന്മാരുടെ കാലത്തുള്ള ചില ശാസനങ്ങളുണ്ട്. അതിൽ നിന്ന് ഇപ്പൊ കാണപ്പെടുന്ന പിന്നെ ഒരു ശാസനം എന്ന് പറയുന്നത് വെള്ളയാണി ശാസനം എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിന് പ്രതിപാദിക്കുന്ന ഈ ഇരിക്കുന്ന പൊഴിയിലെ നിങ്ങൾക്ക് ഉള്ള ജംഗ്ഷനിൽ കാണുന്ന ശ്രീ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ്. അപ്പോഴാണ് പിന്നെ അതിന്റെ ഒരു തലങ്ങളിലേക്ക് പോയപ്പോ ആ ക്ഷേത്രത്തിന് നിലനിർത്താൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള ആൾക്കാർ, അതായത് ക്ഷേത്രം അനുസരിച്ച് അന്നത്തെ ഈ ജാതി വ്യവസ്ഥകളുണ്ടല്ലോ, പൂജ വയ്ക്കേണ്ടത് ഇന്നാള്, പിന്നെ അതിലെ അവസാനത്തെ പണി വരെ ക്ഷൗരം ചെയ്യുന്ന ആൾക്കാരെ വരെ ഇവിടെ കൊണ്ട് ഓരോ ഏരിയ, അതിനൊക്കെ ഒരു പേരുണ്ടായിരുന്നു ഇവിടെ. ഇത് കുറച്ചുകൂടെ പറയുമ്പോൾ നമ്മളിത് ആ കടലിൽ നിന്ന് മാറി ഇങ്ങോട്ട് ആദ്യം തന്നെ ഒരു തീരമായിട്ട് കിടന്നതാണ്. പിന്നെ ഈ 1866 നമ്മുടെ ഈ AVM കനാൽ വരുന്നു. അപ്പോഴാണ് ഇത് സെപ്പറേറ്റ് ആകുന്നത്. അതായത് പൊഴിയുള്ള ഈ പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു സ്ഥലം, മീൻ പിടിക്കുന്നവർ മാത്രമായിട്ടൊരു സ്ഥലവും പിന്നെ ഇപ്പുറത്തൊരു വേറൊരു ഏരിയയുമായിട്ട് മാറുന്നു. ആ AVM കനാലിനോടുകൂടി അപ്പുറത്തുള്ള ആൾ ഒറ്റപ്പെട്ടു. പക്ഷെ നമുക്ക് കന്യാകുമാരി അന്നത്തെ തിരുവിതാംകൂറിൽ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അപ്പോഴേക്കും ആ സമൂഹം ഒറ്റപ്പെട്ടു പോയി, കരയുമായിട്ട് ബന്ധമില്ലാതായിപ്പോയി. ഇപ്പുറത്താണെങ്കിൽ പൊഴി, ഇപ്പുറത്താണെങ്കിൽ ഒരു കായൽ, പിന്നെ അപ്പുറത്ത് തമിഴ്നാട്, അങ്ങനെ ഒറ്റപ്പെട്ട ഒരു പെനിൻസുല ആയിപ്പോയത്. പിന്നെ അവിടെ ജീവിച്ച ജീവിതം എന്ന് പറയുമ്പോൾ വളരെ, ഞാനത് പറയുന്നുണ്ട്, 50 വർഷം പോലും ആയിട്ടില്ല ഇവിടെ കക്കൂസ് സംവിധാനം വന്നിട്ട്. അത്രയ്ക്ക് പരിതാപകരമാണ്. അതായത് വീടെന്ന് പറയുമ്പോഴേക്കും മണല് ഓല കൊണ്ട് ഇങ്ങനെ തറയൊന്നുണ്ടാവില്ല, മണൽ തന്നെയാണ്. അപ്പൊ അതിന് തന്നെ റൂമായിട്ടൊക്കെ ഇങ്ങനെ ഒറ്റ മുറി തന്നെ ആയിരിക്കും. അവിടെ തന്നെ കിച്ചൺ, അവിടെ തന്നെ അങ്ങനെയൊക്കെയുള്ള. പിന്നെ പ്രസവിക്കാനൊന്നും ഹോസ്പിറ്റലൊന്നുമില്ല, വൈറ്റാട്ടിമാർ തന്നെയാണ് ഇവിടെ പ്രസവം എടുക്കുന്നത്. ഈവൻ ഞാൻ പോലും, എന്നെ പോലും പ്രസവിച്ചത് അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് പിന്നീടുണ്ടായ മാറ്റങ്ങളാണ് ഭയങ്കരം. നമ്മളിപ്പോ ഒരുപാട് മാറി. അത്തരം അവിടെ നിന്ന് എഞ്ചിനീയേഴ്സ് വന്നു, ഡോക്ടർ വന്നു, അങ്ങനെ ഒരുപാട് പേര് ഈ സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്നു. അതിനൊക്കെ അങ്ങനെ പരിവർത്തനം ഉണ്ടായത് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പുരോഗമന പ്രസ്ഥാനങ്ങളും പുരോഗമന സർക്കാരുകളും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ ആനുകൂല്യങ്ങൾ വഴി വന്ന മാറ്റങ്ങളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഒരു ഗൾഫ് കുടിയേറ്റം വന്നില്ലേ. അപ്പൊ ഒത്തിരി യുവാക്കൾ ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പോയി. അങ്ങനെ വന്ന സാമ്പത്തികം വെച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങൾ രക്ഷപ്പെട്ട രീതിയുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും മത്സ്യബന്ധനം എന്ന് പറയുന്നത് ആഴക്കടൽ മത്സ്യബന്ധനമാണ്. ഒരു 5-6 ദിവസം കടലിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത് മീൻ പിടിച്ച് 6, 7, 8 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് പോയി അവിടെ തന്നെ താമസിച്ച് മീൻ പിടിച്ച് വരുന്ന രീതി. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സംരംഭമുണ്ട്. അപ്പോൾ അതിന് നമ്മളിപ്പോ തീരമില്ല നമ്മുടെ നാട്ടിൽ. അവിചാരിതമായിട്ട് 2 ഓക്കിക്ക് ശേഷം കടലിൽ മൊത്തത്തിലൊരു വ്യത്യാസം ഉണ്ടായി. പിന്നെ ഡൗട്ടേ ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരു 4-5 വർഷമാണെന്ന് തോന്നുന്നു. അത് വന്ന ആ സമയത്താണ് ഞങ്ങളുടെ ഈ പൊഴിയൂർ ഭാഗത്തുള്ള തീരെല്ലാം നഷ്ടപ്പെടുന്നത്. ഞങ്ങളെല്ലാം ഏകദേശം ഒരു 10-500 മീറ്റർ ഈ മണൽത്തരികളുണ്ടായിരുന്ന
അതായത് ഇപ്പൊ നിങ്ങൾ കാണാം കല്ല് തട്ടി നിൽക്കുന്ന കടൽ. ഇപ്പൊ നമുക്ക് ആ മണലിൽ ചവിട്ടാൻ പറ്റില്ല, വെള്ളം ചവിട്ടാൻ പറ്റില്ല, കല്ല് ആ രീതിയിലായിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ കളിച്ചതും വളർന്നതും എല്ലാം ചെയ്തിരുന്ന ആ ഭാഗത്താണ്, അതൊന്നുമില്ല. അപ്പൊ അങ്ങനെ മത്സ്യബന്ധനം ഒന്നുമില്ലാത്ത രീതിയിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോ മത്സ്യബന്ധനം നടത്തേണ്ടത് പോർട്ടുകളിലൂടെയാണ്, ഫിഷിംഗ് ഹാർബറിലൂടെ നടത്താൻ പറ്റുള്ളൂ. അതിപ്പോ സർക്കാർ ഇപ്പോൾ ഒരു ഫിഷിംഗ് ഹാർബറുടെ നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടുണ്ട്. അതിന് ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ വളരെ കഷ്ടപ്പാടിൽ വന്ന ജനത ഇന്ന് സ്പോർട്സിലും വിദ്യാഭ്യാസത്തിലും വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ താമസിയാതെ ഒരു IAS IPS ഒക്കെ വരും, ഒരു 2 കൊല്ലത്തിനകത്ത് വരും. ആ ലെവലിൽ കാര്യങ്ങളായിട്ടുണ്ട്. ഐതിഹ്യം എന്ന് പറയുമ്പോ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് തന്നെ, ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന, അതായത് നമ്മള് ഇപ്പോ എന്താ പറയാ, അതിന് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ ക്ഷേത്രത്തില്. ഇങ്ങനെ ഇവിടെ ചക്കയാണ് ഇവിടുത്തെ എന്താ പറയാ സമ്മാനമായി കൊടുക്കുന്നത്, നിവേദ്യമായിട്ട് കൊടുക്കുന്നത് ചക്കയായിരുന്നു. അപ്പൊ ചക്ക അവിടെ ഒഴുക്കി വിടുമ്പോഴേക്കും ഐതിഹ്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്, ശിവക്ഷേത്രമാണ്. അപ്പൊ ഇവിടുത്തെ നിവേദ്യം എന്ന് പറയുന്നത് ചക്കയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ നെയ്യാറിന്ന് തന്നെ ചക്ക ഒഴുക്കി വിടുമ്പോൾ അത് കൃത്യമായിട്ട് ഈ ക്ഷേത്രനടയിൽ വന്ന് എത്തും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ആ ചക്ക എടുത്തിട്ടൊക്കെയാണ് നമ്മുടെ തീരദേശത്തെ ആൾക്കാർ ആ കാലങ്ങളിൽ ഫുഡായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ ഈ തീരദേശത്തിലൂടെ പോയിട്ടുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ല. അതുപോലെ തിരുവനന്തപുരത്തെ ആദ്യത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയയിലെ ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പൊ അത് ഫ്രാൻസിസ് സേവ്യറിന്റെ വരവോടുകൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് പറയാനുള്ള ഈ AVM കനാലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആദ്യം തന്നെ ഈ കനാൽ വെട്ടാനായിട്ട് ഈ ഭാഗത്തുള്ള ആളുകൾ സമ്മതിച്ചിരുന്നില്ല. ഇത് തന്നെയാണ് കാരണം, രണ്ടാവും എന്നുള്ള രീതിയിൽ. അവസാനം ഇവിടുത്തെ ഒരു പ്രബല കുടുംബത്തിനെ സമ്മതിപ്പിക്കാനായിട്ട് തിരുവിതാംകൂർ രാജാവ് തന്നെ ഒരു മിഷണറി അയച്ച് അദ്ദേഹം കുറെ കാലം ഇവിടെ താമസിപ്പിച്ച് സമ്മതിച്ചതിന് ശേഷമാണ് കനാൽ വെട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഭാഷ രൂപപ്പെട്ടിരിക്കുന്നത് തമിഴും മലയാളം കൂടെ ചേർന്നിട്ടാണ്. പിന്നെ കുറച്ച് പോർച്ചുഗീസ് വേർഡുകൾ വന്നിട്ടുണ്ട്, റസി, പീരീസ് എന്നൊക്കെ പറയുന്നത് പോർച്ചുഗീസ് വേർഡാണ്. അത് ഞാൻ കുറെ കാലം അവർ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ ഭാഷ എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഈ വസി എന്ന് പറയും, നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് ഇല്ലേ, അതിലൂടെ പറഞ്ഞ വസി എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് വസി എന്നുള്ളത് ഞങ്ങളെ കൊളക്കൽ ലാംഗ്വേജ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പീലീസ് എന്ന് പറയും, സോസറിനെയാണ് പറയും, ഈ കപ്പും സോസും ഇല്ല, അതിനാണ് പീലീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പോർച്ചുഗീസിന്റെ സ്വാധീനം, ഫ്രാൻസിസ് സേവ്യർ വഴി അങ്ങനെ വന്ന ആ സ്വാധീനത്തിലൂടെ വന്ന കുറെ വാക്കുകളുണ്ട്. പിന്നെ അന്ന് എല്ലാം വളരെ ആയാസമായിട്ട് ചെയ്യുന്ന ജോലികളല്ലേ, ഈ വെള്ളം പൊക്കാനും കരമണിയുണ്ട് അതൊക്കെ വളയ്ക്കാനും. അപ്പോഴൊക്കെ അതൊക്കെ ഈസിയാക്കാനായിട്ട് പാട്ടാണ് പാടുന്നത്. നല്ല രസമുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അങ്ങനെയുള്ള. ഈ ഇങ്ങനെ കുറുവി കുറുവി എങ്കു പോണെ, കല്യാണ വീട്ടി കക്കപ്പോണെ, എത്ര നെല്ലി പാട് വിട്ട്, ചമ്പാ നെല്ലി പാട് വിട്ട്. ഇതിങ്ങനെ ചൂടച്ച് വയ്ക്കുമ്പോഴാണ് കുറുവി കുറുവി എന്ന് പറഞ്ഞാൽ മരിക്കും, എങ്കു പോണെ എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു ടീം ഇത് പാടുമ്പോൾ മറ്റേ ടീം അങ്ങനെ പാടും. പിന്നെ കുട്ടികളുടെ ഇടയിൽ തന്നെ കളിക്കാൻ വേണ്ടി ഒരു പാട്ടുണ്ട്, അതിനെ പറയണത് ഇഞ്ചിസാം പച്ചലവേ രാവിലെ ആര് വന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ. പിന്നെ ഇതിനെ വടക്കം തെക്കം പാട്ടുകൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറെ ഉണ്ട്, കുറെ പാട്ടുകളുണ്ട്. ഇത് വായ്മൊഴികളാണ്. ഇത് ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇത് ഞാൻ അന്വേഷിച്ചത്. ആരെങ്കിലും മാതാവ് വന്താ വിളയാടാം, 5 നേരത്തെ ചെലവും തന്ന് ചീരാഞ്ചീല കാട്ടില് എന്നതിന് അങ്ങനെ ഒരു പാട്ടുണ്ട്. ഇപ്പൊ ഇതൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല. അതിന്റെ മലയാള വാക്ക് പോലെ ഇന്നും നമുക്കറിയത്തില്ല. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതായത് കടല് ഇങ്ങനെ പിന്നെ വെള്ളം ഇങ്ങനെ ചില സമയങ്ങളിൽ ഇപ്പുറത്ത് വരും.
ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ അത് ആ ജലം ഇങ്ങനെ കെട്ടിക്കിടക്കും. ഏഹ് അപ്പൊ നമ്മൾ കളിക്കുന്നതാണ്, നമ്മൾ ആ സമയത്ത് ഇറങ്ങി കളിക്കും ഈ വെള്ളത്തിൽ. അതുപോലെ ചുമ്മാ വന്നുകൊണ്ട് ഇപ്പുറത്തെ മണലുണ്ടാവും. ഇതിനെ ഞങ്ങൾ കൊട്ടാങ്കള എന്നാണ് പറയുന്നത് ഇതിന്. ഇത് മലയാളത്തിൽ എന്താണ് അതിന് വാക്കെന്ന് പോലും നമുക്ക് അറിയില്ല ഇന്നും. കൊട്ടാങ്കള എന്ന് പറയും. ആ കൊട്ടാങ്കള എന്ന് പറയും. ഏഹ് അതുപോലെ ഒരുപാട് ഒരുപാട് ഉണ്ട്. അതുപോലെ ഈ മണല് നമ്മള് സൺബാത്തിന്റെ ഒരു മോഡലാണ്. നമ്മൾ കടലിൽ കുളിച്ച്, കടലുള്ള നല്ല തണുപ്പാണല്ലോ, കടലിൽ കുളിച്ചിട്ട് ഒടുന്ന് ഈ മണ്ണെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കിടക്കും. ഇതിനെ നമ്മൾ ഇവിടെ ഊറം കാച്ചൽ എന്ന് പറയും. അതിന് ആ ചൂട് അനുഭവിക്കാൻ അത്ര തണുപ്പാണല്ലോ കടലുള്ള. കുട്ടികളായിരിക്കും ചെയ്യുന്നതാണ്. ഇതിനെ ഊറം കാച്ചുക എന്ന് പറയും, ഊറം കാച്ച്. ഇതിനെന്ത് മലയാളം നമ്മൾ പിന്നെ മനസ്സിലായത് അവരൊക്കെ ചെയ്യുന്ന സൺബാത്ത് പോലുള്ള സാധനമാണിത്. വെയിൽ കാച്ചുക എന്നും പറയാതെ. ഇല്ല, വെയിൽ കാച്ചുക എന്ന് പറയുമ്പോ ചൂടി കിടക്കണം എന്ന് പറയും. ഇത് അങ്ങനെയല്ല, ഇത് നനഞ്ഞു വന്ന് ആ നനവോടെ വന്നിട്ട് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കെട്ടിക്കുമ്പോൾ അതൊരു സുഖം തന്നെയാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നാലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോ കുറച്ചുകൂടെ മുമ്പ് കാലങ്ങളിൽ അത് ചെയ്തിരുന്നതാണ് എല്ലാവരും. വീട്ടിൽ പ്രശ്നങ്ങളായാലും ചെന്ന് അന്ന് ആശ്രയിക്കുന്ന പൊഴിക്കരയാണ്. പൊഴിക്കരയിൽ ചെന്ന് ഒറ്റയ്ക്കിരുന്ന് ഈ പരിപാടികളെല്ലാം ചെയ്യും. അത് നമ്മള് വിഷമങ്ങൾ, എന്ത് വിഷമങ്ങൾ വന്നാലും, അത് മത്സ്യത്തൊഴിലായാലും അല്ലാത്തവരായാലും കുട്ടികളായാലും ഈവൻ പെണ്ണുങ്ങളായാലും അങ്ങനെ വിഷമങ്ങൾ അങ്ങനെ നിൽക്കാറുണ്ട്. അവിടെ ഒരു മാടൻ കോവിലുണ്ട്. ഈ പൊഴി മുറിയുന്ന ഭാഗത്തായിട്ടൊരു മാടൻ കോവിലുണ്ട്. അവിടെ എല്ലാ ഇയറിലൊക്കെ ചെന്ന് കോഴി ബലിയൊക്കെ കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ ഈ രാത്രി അന്ന് ആൾക്കാർക്ക് വേറെ റോഡോ ഇതൊന്നും ഇല്ലല്ലോ, പാലങ്ങളോ ഒന്നും വന്നിട്ടില്ല പോവാർ. പക്ഷെ എന്നാ പോലീസ് സ്റ്റേഷൻ പോവാറാണ്, ആശുപത്രി പോവാറാണ്. നമ്മൾ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നിന് വള്ളത്തിലൂടെ പോകണം, അല്ലെങ്കിൽ നടന്ന് അവിടെ പൊഴിയിലൊരു ഒരു കടത്തുണ്ട്, ആ കടത്ത് വഴിയാണ് അപ്പുറത്ത് പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഈ രാത്രി ചില പിന്നെ ബന്ധുക്കൾ അപ്പുറത്ത് കല്യാണം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. രാത്രി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ നീന്താ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ മരിക്കും. എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരു 2 മരണമെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ 1 മരണമെങ്കിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്ന് 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 അവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇവിടുത്തെ ഭാഷ കൃത്യമായിട്ടും ഒരേ ഈണത്തിലാണ്. പൂവാർ മുതൽ നിങ്ങൾ ഏകദേശം ഇവിടെ ഇതുവരെ മര്യനാട് കോളനി, തിരുവനന്തപുരം ആ ഭാഗത്ത് പോകുന്ന എല്ലാവരും ഒരു ഈണത്തിലാണ് സംസാരിക്കുന്നത്. മലയാളമാണ് സംസാരിച്ചാൽ പോലും ഈ തിരയുടെ ഒരു ഈണമാണ് കറക്റ്റായിട്ട് അത് വരും. ഏനി എന്ത് 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 പറയുന്നു, ഇങ്ങോട്ട് പോണ് എന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഈണം. പക്ഷെ ഞങ്ങൾക്ക് ആ ഈണം കുറവാണ് നോക്കുമ്പോൾ. ഞങ്ങൾ കുറച്ച് കട്ടിക്കാണ് സംസാരിക്കുന്നത്. ഏന എങ്കേ പോണി എന്നുള്ള അങ്ങനെ അങ്ങനെ ചോദിക്കും. എവിടെ പോണെന്ന് നമ്മൾ ഏന എങ്കേ പോണ എങ്കേ പോണി. ഇത് 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 പൂവാറും ഈ പൊഴിയിലും നമ്മൾ വ്യത്യാസമാണ് പറയുന്നത്. ആ ഈണത്തിൽ വരെ ഇത് തമിഴ് കയറിയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇതായത്. അവര് രാ തന്നെ രാ എന്ന് പറയും, ഇവിടെ റായേ വരുള്ളൂ. അവര് രാ പറയുന്ന ഇവിടെ റായേ വരുള്ളൂ. അങ്ങനത്തെ വ്യത്യാസം ഇപ്പൊ ഇനി അടുത്ത തലമുറ ഇല്ല. എന്റെ മക്കൾക്ക് ഇതൊന്നും അറിയില്ല. സത്യം പറയാണ്. എന്ത് എന്ത് വ്യത്യാസം നോക്കണേ. ഇപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന ഈ ഭാഷ, അതായത് ഇവിടത്തെ ഈ ഈ ഇവിടെ സംസാരിക്കുന്ന, ഞങ്ങൾ നാട്ടിൽ സംസാരിക്കുന്ന ഭാഷ മക്കൾക്ക് അറിയില്ല ഇന്ന്. അപ്പൊ അത് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ തുറ ഭാഷ എന്ന് പറയുന്നത്, എങ്കള ഭാഷ. ഇത് നിലനിർത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇത് നമ്മുടെ വിഴിഞ്ഞത്തുള്ള പേര് അനിൽകുമാറാ, ഡോക്ടർ അനിൽകുമാർ. അദ്ദേഹം ഇതിന്റെ ഒരു നിഘണ്ടു എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഭാഷയെ കുറിച്ച്. അതെ അതെ. പുള്ളിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലാംഗ്വേജിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ അറിയാം. കളിക്കുന്ന കളികൾ എന്ന് പറയുമ്പോഴേക്കും ഈ കളികളെന്ന് പറയുമ്പോ എന്റർടൈൻമെന്റ് അങ്ങ് അറ്റമായിരുന്നു കടപ്പുറം തീരം എന്ന് പറയുന്നത്. നമ്മൾ രാത്രി എന്നല്ല പകലെന്നില്ല എപ്പോഴായിരുന്നാലും എല്ലാ തരം ടൈപ്പ് മത്സരങ്ങളും മണൽ കൊണ്ടുള്ള മത്സരങ്ങളാണ്. ഈ മണൽ തന്നെ ഇങ്ങനെ ഇതിന്റെ അടുത്തായിട്ട്, അതിനടുത്തായിട്ട് നമ്മൾ കടലിന്റെ തൊട്ടടുത്തായിട്ട് ഈർപ്പമുള്ള മണൽ ഇങ്ങനെ മല പോലെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട്, നിങ്ങൾ ശംഖില്ലേ, ശംഖിനെ രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് അതിനെ ഒരു പീസാക്കിയിട്ട് അതിനെ തുണി വെച്ച് ഇങ്ങനെ മീൻസ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഏറ്റവും അറ്റത്ത് കിട്ടുന്ന ആള് ജയിക്കും. ഇതൊരു മത്സരമാണ്. അത് വലിയൊരു മത്സരമാണ് അത്. അത് എടുത്ത് വാളി എന്നാണ് അതിനെ പറയണത്. വാളി വിടാൻ മത്സരം എന്ന് പറയും.
അത് ഭയങ്കര തുണി വലിയ രണ്ടു മൂന്ന് അസിസ്റ്റന്റുകൾ ഉണ്ടാവും. ഇത് കറക്റ്റായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്ന ബിരുദന്മാരുണ്ട്. ഇതിന്റെ ഷേപ്പ് ചെയ്യും. എന്നിട്ട് കുട്ടികൾ തുണി വെച്ചിട്ടേക്ക് അതിങ്ങനെ തിരിച്ചെടുത്തിട്ട് കുറച്ച് മണലൂടെ അതിൽ വെച്ച് വെയിറ്റ് കൊണ്ട് ഇങ്ങനെ അങ്ങ് വിടും. ഇത് ശരിയാക്കുന്ന വേറെ ടീമുണ്ട്. ഇതിന് പിന്നെ കാശിനായി. അത് പിന്നെ ഈ രണ്ട് കാലം കൊണ്ട് നമ്മൾ മണലിങ്ങനെ നീളത്തിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ നടുക്കൊരു ഗ്യാപ്പ്, കുറച്ച് പൊന്തി ഇരിക്കത്തില്ല. ഇതിങ്ങനെ 3 ലൈൻ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് 6 പേര് ടീമാണ്. ഒരു ടീമിൽ 6 പേര്, ഒരു ടീമിൽ 6 പേര്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ബേസ് ബോൾ ഒരു ബോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഒരാളിങ്ങനെ അടിക്കും. അത് ദൂരെ പോകുന്നതിന് മുമ്പ് ഇത് ഫിനിഷ് ചെയ്യണം. ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഫിനിഷ് ചെയ്യണം. പേത്തെന്നാണ് അതിനെ പറയുന്നത്. പേത്ത് കളി. നമ്മൾ കാല് വെച്ച് വെട്ടി പോണം. അതിനകത്ത് അവര് നമ്മൾ ഫിനിഷ് ആവുന്നതിന് മുമ്പ് അവര് നമ്മുടെ ദേഹത്ത് ബോൾ എടുത്ത് എറിയുകയാണെങ്കിൽ ഔട്ട്. പിന്നെ നമ്മുടെ ബേസ്ബോളിന്റെ ഇവിടെ ഉണ്ട് മട്രാടി എന്നാണ് പറയുന്നത്. അതിന് മട്രാടി എന്ന് പറയും. അത് ഇതുപോലെ 4 ഇത് ഒരു റൗണ്ട് ഇങ്ങനെ വരച്ചിട്ട് അവിടെ ഒരു സ്പേസ്, ഇവിടെ ഒരു സ്പേസ്, ഇവിടെ ഒരു സ്പേസ്, ഇവിടെ ഒരു സ്പേസ്. എന്നിട്ട് ഫീൽഡേഴ്സ് 8 പേരെങ്കിൽ 8 പേര്. ഇതില് ഈ 4 ആദ്യം ഒരാൾ, എന്നിട്ട് നമ്മുടെ ഒരാൾ തന്നെയാണ് അവരുടെ ഒരാൾ ഇങ്ങനെ ബോൾ ഇട്ട് കൊടുക്കും. ഇയാൾ കൈകൊണ്ട് അടിക്കും. കേച്ചെടുക്കാൻ ആൾ നിൽക്കും. പക്ഷെ അതിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ അടിക്കുന്ന ആൾ തന്നെ ഓടിയ 1, 2, 3, 4 ഇങ്ങനെ എല്ലാരും കൂടെ ഇങ്ങനെ 3 പ്രാവശ്യം റൗണ്ട് ചെയ്യുമ്പോൾ ഒരു ഗെയിം. അവരെ തിരിച്ചവര് കളിക്കും. ബേസ്ബോൾ പോലെ തന്നെ. ഇത് മട്രാടി എന്നാണ് പറയുന്നത്. ഔട്ട്, ക്യാച്ച് പിടിക്കുക, ആൾ ഔട്ടാവും, അടിക്കുന്ന ആൾ ഔട്ടാവും. അങ്ങനെയുള്ളതൊന്നുമില്ല. ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് അടിക്കുന്നവർ നിങ്ങൾക്ക് പെട്ടെന്ന് ഫിനിഷ് ആക്കാം. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ കിഴി പോലെ ഒരു സാധനമുണ്ട് തുണിയില്. കാലാവസ്ഥ തന്നെയാണ് തീരെ നഷ്ടപ്പെടാൻ കാരണം, വേറെ ഒന്നുമല്ലല്ലോ. നമ്മൾ കടലിനോട് അപ്പുറത്ത് കുറച്ച് കല്ലിടുമ്പോൾ ഇപ്പുറത്തോടെ കടൽ കയറും അല്ലേ? ആ സ്പേസ് എന്തായാലും വെള്ളം കയറണമല്ല. അങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കല്ലുകൊണ്ടിട്ടു, നമ്മുടെ തീരം നഷ്ടപ്പെട്ടു. പിന്നെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പറഞ്ഞില്ല, ചുഴലിക്കാറ്റ്, അത് തന്നെയാണ് ആദ്യം. പിന്നെ ആദ്യം ഒരു അടി അടിച്ചു പോകുന്നത് അത് തന്നെയാണ്. പിന്നെ അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ തിരിച്ചു പോകില്ല വെള്ളം. ക്ലൈമറ്റാണ് നമ്മളെ പ്രത്യേകിച്ച് ഇവിടെ എല്ലാം തീരം പോയത് കാലാവസ്ഥ ഒരു കാരണം നേരത്തെക്കാളും കൂടുതലാണ്. നമ്മൾ പറയുമ്പോൾ ഓസോൺ പാളി അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. തീരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിലും ചൂട് കൂടുമ്പോൾ തീരത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഹ്യൂമിഡിറ്റി, വെള്ളമായതുകൊണ്ട് കുറച്ച് ഇപ്പൊ അമ്പൂരിയിൽ അനുഭവിക്കുന്ന ചൂടല്ല കടലിന്റെ അടുത്ത് അനുഭവിക്കുന്നത്. അത് ഇവിടെ തൊട്ടടുത്ത് കടലിടക്കുന്ന ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അവിടെ ആകുമ്പോഴേക്കും ഹ്യൂമിഡിറ്റി കുറഞ്ഞു പോകും. അപ്പൊ ചൂട് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ ചൂട് ഇപ്പൊ തിരുവനന്തപുരത്ത് ചൂടുണ്ടെങ്കിൽ ആ ചൂട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്. കാരണം കടൽ കിടക്കുന്നതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുന്നത് നമുക്കാണ്. അതെ, ചൂട് കൂടുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് പ്രഷർ കൂടും. വെയിലത്തുനിന്ന് ജോലി ചെയ്യുമ്പോൾ അറിയില്ല, പെട്ടെന്ന് നമ്മൾ ദേഷ്യം വരും. പിന്നെ പൊതുവെ മത്സ്യത്തൊഴിലാളി ദേഷ്യക്കാരാണ്. പിന്നെ അവർക്ക് മുൻപിൽ നോക്കാനൊന്നുമില്ല. കാരണം ഇവർ പോകുന്നതേ ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല, ഒന്നുമില്ല. വന്നാ വന്ന് പോയാൽ പോയി. അപ്പൊ ആ ഒരു സ്റ്റൈലാണ് ലൈഫിലുടനീളം. നീ ഒന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് തിരിച്ചു പറയും, നീ ഒന്ന് അടിച്ചാൽ ഞാനൊന്ന് അടിക്കും. കാരണം എനിക്കും അങ്ങോട്ട് പോകണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല എന്ന്. അത് ഇവിടെ നിന്ന് കിട്ടുന്നതാണിത്. ഒരു സുരക്ഷയില്ലല്ലോ. സുരക്ഷയില്ലാത്ത ലൈഫ് ആ മൊത്തത്തിൽ ആ ക്യാരക്ടർ അങ്ങനെ ആയി പോകുന്നു. അന്നൊക്കെ അവർ പറഞ്ഞിരുന്ന ഇന്ന് നമുക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് കഥകളൊക്കെ. അവർ പറയുന്നത് കേട്ടുമ്പോ ഇന്ന് നമുക്ക് തമാശ തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണ്ട് പറയുമായിരുന്നു, അപ്പനൊക്കെ പറയുമായിരുന്നു, ഞങ്ങള് അന്ന് ചാളത്തടിയിലല്ലേ പോകുന്നത്. ചാളത്തടിയിൽ പോകുമ്പോഴേക്കും ഇവർ കുറെ ദൂരം ഇങ്ങനെ വലയിട്ടടിക്കുമ്പോഴേക്കും തിമിംഗലം അടുത്ത് വരുമെന്ന്. ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവർ പറഞ്ഞു തിമിംഗലം അടുത്ത് വന്നപ്പോഴേക്കും അത് ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഞാനൊരു കുരിശിട്ട് കൊടുത്തു. അപ്പോഴേക്കും തിമിംഗലം മിണ്ടാതെ പോയി. അങ്ങനെയാണ് അവര് ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട്
അവർ അടുത്ത തലമുറ പറയും നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ചെയ്യണമെന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. പിന്നെ നേരത്തെ ഒരു വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് സ്റ്റൈലില്ലേ, ഇന്ന് എല്ലാവരും ഇവിടുന്ന് കരയിന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവില്ലേ നേരെ, എന്നിട്ട് അവിടെ നിന്നും വലിച്ചു കയറ്റാനൊക്കെ എല്ലാം എക്യുപ്മെന്റ്സ് ആയല്ലോ. വലിയ ബുദ്ധിമുട്ടുള്ള ഫിഷിംഗ് അല്ല ഇന്ന്. പക്ഷെ അന്ന് അങ്ങനെയല്ല. നോക്കണം, ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോഴേക്കും ആഴക്കടലാണത്. 1.5 കിലോമീറ്റർ പോകുമ്പോഴേക്കും ഏകദേശം ഒരു 13 മാറെന്ന് പറയും. 13 മാർ ആഴം ഉണ്ടാവും. അവിടെ ഒരു വല കൊണ്ട് കുറ്റി അടിച്ച് പിന്നെ ഇതിൽ വെക്കും, ഏതിൽ, ആ തറയിൽ കൊണ്ടുവയ്ക്കും. മുങ്ങിച്ചെന്ന് അതുകൊണ്ട് തറയിൽ അടിച്ചു വെക്കും. എന്നിട്ട് മുകളിൽ ഒരു സാധനം ഇട്ടിട്ട്, ഒരു കയറ് പോലെ സാധനം ഇട്ടിട്ട് ഒരു വരും. 2 ദിവസം കഴിഞ്ഞിട്ട് അത് പോയി എടുത്ത് ആ വരയിൽ, അതിലാണ് തിരണ്ടിയും സ്രാവ് ഇതൊക്കെ കിട്ടുന്നത്. പോയിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് അവരെ സ്പെഷ്യലായിട്ടുള്ള കുളിയാളികൾ എന്ന് പറയും. അവരെ കുളിയാളികൾ എന്ന് പറയും അവരെ. കാരണം അതിന് ശ്വാസം പിടിക്കാൻ കഴിവുള്ളവരാണ് അവർ. ഇത്രയും സമയം കടലിനടിയിൽ കിടക്കണം. ഈ കടലിൽ ആരെങ്കിലും ഇപ്പൊ മരിച്ചുപോയി, കടലിൽ മുളച്ചുപോയാലും ഇവരെ തന്നെ കൊണ്ടുവരും ഈ കുളിയാളെ നോക്കാൻ വേണ്ടി. അന്ന് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ്. ഇതിൽ പ്രശസ്തരായ ആൾക്കാരുണ്ട്, കുറെ സമയം ഇങ്ങനെ ശ്വാസം പിടിച്ച് കിടക്കാനുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ അന്നുണ്ട്. പക്ഷെ പേര് ഓർക്കുന്നില്ല. ഇവരെ പറയുന്ന പൊതുവെ ഇങ്ങനെ കുളിയാളികൾ എന്ന് പറയും. ഇവിടെ എല്ലാവരും സ്രാങ്കുകൾ തന്നെ, പക്ഷെ അങ്ങനെ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാരും ബോട്ടിലല്ലേ പോകുന്നത് ഇപ്പൊ ഇവിടെ നിന്ന്. ഇപ്പൊ എനിക്കും ബോട്ടാണുള്ളത്, അതിനും പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് സ്രാങ്ക് ലൈസൻസോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ അവർക്ക് എല്ലാ GPS മുതൽ എക്കോസിസ്റ്റം വരെ ഉപയോഗിക്കാനുള്ള എല്ലാം അറിയാം. ആ സ്രാങ്ക് ഫിഷിങ്ങിന് അങ്ങനെ ഇതൊരു നിർബന്ധമില്ല, വേണം. ഇനി അത് നിർബന്ധമാക്കും മിക്കവാറും. കാരണം അത് കുറച്ച് അറിവുകൾ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴേക്കും കുറെ കൂടുതൽ ശാസ്ത്രീയമായ അറിവുകൾ കിട്ടുമല്ലോ. അപ്പൊ നല്ല രീതിയാണ്. പിന്നെ വേറൊരു സംഭവം ഭയങ്കര രസമാണ്. ഇപ്പൊ നമ്മളിപ്പോ സ്കൂളിൽ രാവിലെ പോകാനായിട്ട് നിൽക്കുമ്പോൾ മഴ പെയ്യുമ്പോ അപ്പൊ നമ്മൾക്ക് സന്തോഷമാവോ, ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ. ഉടനെ അപ്പം വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കും, അരമണിക്കൂറുടെ മഴ പെയ്യും, നിങ്ങൾ സ്കൂളിൽ പോകാൻ റെഡി ആയിക്കോന്നു. കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ തുണി വിരിക്കാൻ വേണ്ടി ഇപ്പൊ അമ്മ തുണി വിരിക്കാൻ ചിലപ്പോ കാർമേഘം എന്തെങ്കിലും കാണും. അപ്പൊ പിന്നെ അപ്പം വന്നിട്ട് അപ്പനോട് പറയും തുണി വിരിക്കാം പിന്നെ മഴ പെയ്യുമോ നോക്കട്ടെ. ഇല്ല, 3 മണിക്കൂർ മഴ പെയ്യില്ല, വിരിക്കും. അതൊക്കെ കറക്റ്റായിരുന്നു. ആ നിരീക്ഷണങ്ങൾ കറക്റ്റായിരുന്നു. അതുപോലെ ഇവര് കടലിൽ പോയിട്ട് കരയ്ക്ക് വരുന്നത് എങ്ങനെയാണ്, ഇത്രയും കര കാണാൻ കടലിൽ പോയിട്ട് നക്ഷത്രവും അത് രാവിലെ പിന്നെ വൈകുന്നേരം ഉദിക്കുന്ന വെള്ളിയുണ്ട്. അതിന് രാവിലെ ഉദിക്കുന്ന വെള്ളി, അതിന് പിടിവെള്ളി എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഏത് ഭാഗത്ത് നിൽക്കുന്നവർക്ക് അറിയാം. അതിനങ്ങ് സൈഡ് ഇട്ടിട്ട് ഇവരുടെ കര, അതാണ് അവരുടെ പിന്നെ എന്താ കോമ്പസ്, അതാണ്. അതേപോലെ ചന്ദ്രന് പിന്നെ എത്ര മണിക്ക് ഏത് ഭാഗത്ത് നിൽക്കുക, അതിന്റെ എത്ര സൈഡാണ് ഞാൻ എന്നാൽ എന്റെ നാട്ടിലെത്താമെന്ന് അറിയാം. ഇതുപോലെ ഓരോ സമയത്ത് ഉദിക്കുന്ന നക്ഷത്രങ്ങളുടെ കണക്കും കൃത്യതയും കണിശതയും കൃത്യമായിട്ട് അവർക്കറിയാം. അതിന് അവർ ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പിടിവെള്ളി, ചോത്തുവെള്ളി, പിന്നെ ഇങ്ങനെ കുറെ ഉണ്ട്. പിന്നെ കടലിൽ തന്നെ മീന് കിട്ടുന്നതിന് മീന് ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർക്ക് വെള്ളം കണ്ടാൽ അറിയാൻ പറ്റും. അതിന്റെ സ്പീഡ്, വെള്ളത്തിന്റെ അതിന് ഒഴുക്കെന്ന് പറയും. അത് എങ്ങോട്ട്, തെക്കോട്ട്, അത് കിഴക്കോട്ടാണോ കണ്ടാണോ അത് അപ്പൊ ഏത് മീൻ വരും എന്നറിയാം. പിന്നെ കടലൊരു നിറം വ്യത്യാസം ഉണ്ടാവും, അപ്പോഴേ ഏത് മീൻ കിട്ടുമെന്നറിയാം. പിന്നെ സ്മെല്ല്, ആ സമയത്ത് ഏത് മീൻ കിട്ടുമെന്നറിയാം. ഇതെല്ലാം ആരും ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചതൊന്നുമല്ല, അത് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ കുറഞ്ഞു വരുന്നു ഇപ്പോ. അത് ഒരുപാട് ദൂരം പോകും ആ ഹണ്ടിങ്. അത് ഷാർക്ക് ഹണ്ടിങ് ആണ്. ഒരു 4 ദിവസം ഇവിടെ നിന്ന് പോവാൻ വേണ്ടി മാത്രം. പിന്നെ പിന്നെ മേപ്പുണ്ട്. ഇത് പിന്നെ കടലിനകത്ത് പിന്നെ മലകളുണ്ടല്ലോ, അതിന്റെ സൈഡിലാണ് ഈ സാധനം വയ്ക്കുന്നത് നമ്മള്. അപ്പൊ ആ മേപ്പ് നോക്കി തന്നെ
അത് രാവിലെ ഇപ്പൊ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ അത് വച്ച് തീർക്കണം. കാരണം ഈ ഷാർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഈ 7 മണി 8 മണി ആകുമ്പോൾ സമയത്താണ്. അതിനു മുമ്പ് നമ്മൾ ഫ്രഷ് ആയിട്ട് രക്തമുള്ള മീൻ, ചൂര മീനോ ഈ കടൽ പന്നിയോ ഒക്കെ കട്ട് ചെയ്താണ് ചൂണ്ടയിൽ ഇട്ടുന്നത്. ഒരു 200 250 ചൂണ്ട ഒന്നിച്ചിങ്ങനെ നീളത്തിൽ വെക്കും. എന്നിട്ട് അതിരാവിലെ 3 മണിയാകുമ്പോൾ ഇത് വരിക്കും, ഷാർക്ക് കിട്ടും. അങ്ങനെയുള്ള ഹണ്ടിങ്ങിനാണ് പോയത്. ആദ്യത്തെ ഒരു പ്രാവശ്യം പോയി അന്ന് സ്റ്റൗ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റൗ തീ കത്തിയപ്പോൾ സ്റ്റൗവിനോട് എടുത്ത് കടലെടുത്തറിഞ്ഞു. പിന്നെ ഫുഡില്ലാതായി. സ്റ്റൗ മൊത്തം കത്തി. അപ്പൊ അത് അണയ്ക്കാൻ വെള്ളമൊന്നുമില്ലല്ലോ, അതിനെ തൂക്കിയെടുത്ത് ഒരു തുണിയിൽ തൂക്കിയെടുത്ത് കടലിലെടുത്ത് എറിഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത് ഫുഡ് വയ്ക്കാൻ പറ്റാതായി. പിന്നെ കൊണ്ടുപോയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് പഞ്ചസാര അത് ഇതൊക്കെ വെച്ച് കുറെ ദിവസം കഴിച്ചു. പിന്നെ ഓടി വന്ന് അപ്പൊ തന്നെ കുറെ അവശതയായി. പിന്നെ ഞാൻ പോയില്ല അനീഷ്. യഥാർത്ഥ ഡോൾഫിൻ തന്നെ. നേരത്തെ ആകുമ്പോ ഒരു മീൻ കറി സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും തിളച്ചുകൊണ്ടിരിക്കും കറി. ചിലപ്പോൾ മീൻ വെന്തിരിക്കില്ല, ആ കറി ചിലപ്പോൾ ചോറിന്റെ കൂടെ കോരി ഒഴിച്ചെന്ന് കഴിച്ചിട്ട് നമ്മളങ്ങ് പോകും. മീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞായറാഴ്ച എപ്പോഴെങ്കിലും ഒരു ബീഫ് എന്തെങ്കിലും മേടിക്കും. കോഴിയില്ല, കോഴി വാങ്ങുന്ന വലിയ കാശുള്ളവർ വാങ്ങത്തുള്ളൂ. ബീഫ് എന്തെങ്കിലും ചിലപ്പോൾ ഞായറാഴ്ച വാങ്ങും, അല്ലെങ്കിൽ കരുവാട്. ഞായറാഴ്ച കരുവാടെന്ന് പറയുമ്പോ ഉണക്കമീൻ. അതാണ് പച്ചക്കറിയൊക്കെ ഒറ്റ കറി തന്നെ വയ്ക്കും. അന്ന് കടയിൽ വാങ്ങാൻ വേണ്ടി പറയുമ്പോ ഒരു പൂള് തേങ്ങ എന്ന് പറയും. തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇളക്കി വെച്ചേക്കും. അതിൽ ഒരു 2 പൂള് തേങ്ങ എന്ന് പറയും. പിന്നെ 5 രൂപയ്ക്ക് മുളക്, 2 രൂപയ്ക്ക് മല്ലി, 1 രൂപയ്ക്ക്. ഓരോ നേരത്തിന് എങ്ങനെയാണ് വാങ്ങുന്നത്? അത്ര ഇതായിട്ടല്ലേ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറിയും പിന്നെ മീനുണ്ടാവും. പിന്നെ കൂടുതലും ഈ മസാലയൊക്കെ വരുന്നതിന് മുമ്പ് വെറും മഞ്ഞയും ഈ പച്ചമുളകൊക്കെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു കറിയുണ്ട്. അതിന് മഞ്ഞത്തണ്ണി എന്ന് പറയും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നൊസ്റ്റാൾജിയ ഇപ്പോഴും വയ്ക്കും വീട്ടിൽ. ഇല്ല, കിഴങ്ങുമായിട്ട് വെളിച്ചെണ്ണയുമായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വാളമീനില്ലേ, അതൊക്കെ അങ്ങനെ വെച്ച് കഴിക്കാൻ, വലിയ വാളകളുണ്ട്, അതൊക്കെ അങ്ങനെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഇവിടെ പെരുന്നാളിന്റെ പേര് തന്നെ കോട്ടാപ്പം. മറ്റേ ക്രിസ്മസിനെയും ഈസ്റ്ററിനെയും പറയുന്നത് കോട്ടാപ്പം പെരുന്നാളെന്ന് പറയും. അതായത് കോട്ടപ്പം. നമ്മളെ ഇലയില്ലേ, നമ്മളെ കശുമാവിന്റെ ഇലയില്ലേ, അതിലിങ്ങനെ ആക്കിയിട്ട് നമ്മൾ കഞ്ഞിയോരി കുടിക്കുന്ന പോലെ ആക്കിയിട്ട് ഒരു ഈർക്കിൽ വെച്ചിട്ട്, കുമ്പിൾ പോലെ ആക്കിയിട്ട് ഈർക്കിൽ വെച്ചിട്ട് അതിനകത്ത് ഈ അപ്പവും അരിമാവും തേങ്ങയും കരിപ്പട്ടിയും കൂടെയുള്ള മിശ്രിതം അതിനകത്ത് വയ്ക്കും. എന്നിട്ട് അതിനെ കിലാഞ്ഞിലില്ലേ, ഒരു വലിയ പാനയിൽ കിലാഞ്ഞിലടി, അന്ന് മറ്റേ സ്റ്റീമിംഗ് സിസ്റ്റം ഒന്നും ഇല്ല, അതുകൊണ്ടാണ് പാനയിൽ കിലാഞ്ഞിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ ആവിയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അതെ, അവിടെ പോലെ നല്ല ടേസ്റ്റാണ്. സ്വാതന്ത്ര്യ ദിനം അന്ന് നമ്മുടെ പള്ളിയിൽ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളാണ്. അന്ന് പാച്ചോറ് നിർബന്ധമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയിരിക്കണം. ആ പെരുന്നാളിന്റെ പേര് പാച്ചോർ പെരുന്നാൾ. പാച്ചോർ എന്ന് വെച്ചാൽ പയറും ചോറും തേങ്ങയും കൂടെയുള്ള മിശ്രിതം. ഇല്ല സോറി, ഇതും കൂടെ ഇല്ല, കരിപ്പട്ടി. മറ്റേ പെണ്ണ് കാണൽ ചടങ്ങിന് ഒരു സമ്പ്രദായമുണ്ട്. അതായത് ഇതുപോലെ പാച്ചോറ് വെച്ച് കൊടുക്കും, അതിനകത്ത് ഇതുണ്ടാവും, ഒരു മോതിരം വെച്ചേക്കും. അത് പെണ്ണ് കഴിക്കുന്ന പോലെ ഇരുന്നിട്ട് പതുക്കെ അതിന്ന് കണ്ടെത്തണം. അതിനുപയോഗിക്കുന്നതാണ് പാച്ചോറ്. പെണ്ണ് കാണൽ ചടങ്ങിന്. ഒത്തിരി ഇവിടെ പിന്നെ കല്യാണം കഴിച്ചിട്ട് പെണ്ണ് വീട്ടിലാണ് താമസിക്കേണ്ടത്. ഇവിടെ അങ്ങനെയാണ്. പ്രോസസ് എന്ന് പറയുമ്പോ പിന്നെ മോള് പ്രായമുടനെ കാരണവന്മാരിങ്ങനെ നോക്കും. ഇവിടെ മരുമക്കത്തായാണ് കൂടുതൽ പണ്ട്. അച്ഛനെക്കാളും അമ്മാവന്മാർക്കാണ് വില. തിരുവിതാംകൂറിന്റെ സെയിം സ്റ്റൈൽ. അച്ഛനല്ല, മോള് വീട്ടിൽ പ്രായമായാലും മോന് കല്യാണ സമയമായാലും അമ്മാവനാണ് വന്ന് പറയേണ്ടത്. അമ്മാവൻ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അങ്ങനെ ഒരു സമ്പ്രദായമാണ്. ഇപ്പൊ പിന്നെ അച്ഛന്മാരെന്നെ തീരുമാനിക്കുന്നു. വ്യാജവാറ്റ് പതുക്കെ തുടങ്ങി. ആദ്യം ഇല്ല. ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് മദ്യപാനികൾക്ക് വേണ്ടി അവര് സ്വയം തുടങ്ങിയതാണ് പരിപാടി.
അവസാനം എല്ലാ വീട്ടിലും ഇതായിരുന്നു പരിപാടി. ആ, എൻ്റെ അമ്മയും ഞങ്ങളുടെ വീട്ടിലും ഇത് തന്നെയായിരുന്നു പരിപാടി. ഉം. എല്ലാ വീട്ടിലും ഇതൊരു കുടിൽ വ്യവസായം പോലെ. പുറത്തുനിന്ന് ആൾക്കാർ വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോൾ ബസ്സിൽ വന്നിറങ്ങും ആളുകൾ ഇവിടുത്തെ ജോലി ചെയ്യാനായിട്ട്. എന്നിട്ട് 6 മണിയാകുമ്പോൾ തിരിച്ചു പോകും. പിന്നെ അവസാനം PV എന്ന് പറയുന്നത് ഫേമസ് ആയി, പൊഴിയൂർ വാറ്റ് ഡിമാൻഡായി, ബോംബെ വരെ അറിയപ്പെട്ടു. ഉം. ഏഹ് അൽ- ഇവിടെ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് പോലീസ് വരും ഇതെല്ലാം പിടിക്കാനായിട്ട്, ഉടയ്ക്കാനായിട്ട്. ഒരു 50-60 വണ്ടി വരും. ഇവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല, 50 വണ്ടി. അന്ന് ഞങ്ങൾ സ്കൂളിൽ പോകത്തില്ല. ഈ പോലീസുകാരുടെ ഈ കാഴ്ച കാണാൻ തന്നെയാണ് ഭയങ്കര രസമാണ്. കടലിൽ കൊണ്ട് സാധനം ഇത് ക്യാനിലാക്കി കടലിൽ കൊണ്ട് ഇട്ടിട്ട് താഴെ ഇട്ടിട്ട് ഇവരറിയാത്ത രീതിയിൽ മുകളിൽ വെച്ചേക്കും. പിന്നെ കുഴിച്ചിടും. ആ പോലീസ് വരണമെന്ന് ഇവിടെ നേരത്തെ അറിയും. അന്ന് രാത്രി ഇവിടെ ഉത്സവമാണ്. എല്ലാരും ഈ പണി തന്നെ ചെയ്യും, മറവി എന്ന പണികളൊക്കെ. ഗ്രാമത്തിൽ നിന്നും സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ് ഉള്ള നാട് പൊഴിയൂരാണ്, ഇന്ത്യയിൽ തന്നെ. അത് സ്റ്റാമിന തന്നെയാണത്. അതായത് നമ്മൾ കളിച്ച് ഇങ്ങനെ കളി വന്ന സമയം ഇതിൽ ഞാൻ ആ ഫുട്ബോളിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. ഈ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. അതായത് അന്ന് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്ന ഒരു ഗോയൽ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പാണെന്ന് തോന്നുന്നു. അദ്ദേഹം നമ്മൾ ഇപ്പം കാണുന്ന ഈ പിന്നെ സെൻട്രൽ സ്റ്റേഡിയം ഇരിക്കുന്ന ഞാനെന്തോ പേരുണ്ട് അസല, അത് ഞാൻ പറയുന്നുണ്ട്. അവിടെ ഓലപ്പന്ത് കളിച്ചിരുന്ന കുറെ ആൾക്കാരെ അയാളാണ് ഫുട്ബോൾ കളിപ്പിച്ചത് കേരളത്തിൽ. അപ്പോൾ അന്ന് ഇവിടെ നിന്ന് കോളേജിൽ പഠിച്ചിരുന്നവര് അതിവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ ഫുട്ബോൾ ആയി. പിന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് ബ്രസീലിലെ മരക്കാന എന്ന് പറയില്ലേ, അതേപോലെ ഞങ്ങളുടെ ജീവശ്വാസമാണ് ഫുട്ബോൾ പൊഴിയൂരാറ്. അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, എത്ര പൈസ വേണമെങ്കിലും മുടക്കും. അപ്പോ 2 അക്കാഡമി തന്നെ ഉണ്ട് ഇവിടെ. 350 കുട്ടികൾ പങ്കെടുക്കുന്ന അക്കാഡമീസ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ കോച്ചസ് ഉണ്ട്. ഇപ്പൊ കോച്ചിന് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്, ക്ലബ്ബുകൾ. പിന്നെ ടൂർണമെന്റുകൾ നടത്തുന്നത് നൈറ്റ്സിന്റെ. പിന്നെ നിങ്ങൾ ഈസ്റ്റർ ഡേക്ക് വലിയൊരു 1 ഡേ ടൂർണമെന്റ് ഉണ്ട് ഇവിടെ. കേരള ബ്ലാസ്റ്റേഴ്സിലില്ല, ഗോകുലം. പിന്നെ പിന്നെ നമ്മുടെ ഇതിലുണ്ട്, ജാംഷഡ്പൂരിലുണ്ടായിരുന്നു, ISL ഉണ്ടായിരുന്നു, ബ്രിട്ടോ. ആ ലിസ്റ്റ് പറയുമ്പോ ഒരുപാടുണ്ട്. ജോലിയായിട്ടുണ്ട് 20 കൂടുതലാണ്, 30 പേർക്കും ജോലിയൊക്കെയാണ്. AGS, നേവി, ആർമി എല്ലാം കേന്ദ്ര സർക്കാരിന്റെ. SBIയിലുണ്ട്. SBIയില് ഈ ഒന്ന് നമ്മുടെ ഈ സുനാമിക്ക് ശേഷം, സുനാമി വന്നതിന് ശേഷം പറയുന്നത്, സുനാമി വന്നത് അടിത്തട്ടിലെ ഈ പിന്നെ പാരമ്പര്യമായിട്ട് നമുക്കുണ്ടായിരുന്ന കടൽക്കുറ്റുകള്, കടൽ സസ്യങ്ങള് ഇതെല്ലാം ഇളക്കി മറിച്ചു. സുനാമി അത് ഇളക്കി മറിച്ചു. നമ്മുടെ ഈ ഭാഗത്തുള്ള അതൊക്കെ അറിയാമല്ലോ, എല്ലാം ഇളക്കി മറിച്ച് കടലിനെ ഒന്ന് അടിത്തട്ട് ഫ്രീ ആക്കി കൊടുത്തു. അപ്പൊ അതൊക്കെയാണ് ആ ടേസ്റ്റ്. കാലാകാലങ്ങളായിട്ട് ഇരുന്ന സാധനത്തിനെ ഇത് മറിച്ചു കളഞ്ഞു. അതൊന്ന്. പിന്നെ ഇപ്പൊ വരുന്നത് വേസ്റ്റ്. എല്ലാവരുടെയും വേസ്റ്റ് തട്ടുന്നത് ഇപ്പൊ കടലിലാണ്. ഇപ്പൊ മീൻ പിടിക്കാൻ പോകുന്ന ഒരു രസമുണ്ട്. ഇപ്പൊ ഞങ്ങൾ ബോട്ടുകാരെന്ന് പറയണമെന്ന് അറിയാമോ, ഇവർക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റ് കൂമ്പാരമായിട്ട് ഇങ്ങനെ പോകുന്നു. വേസ്റ്റ് കൂമ്പാരം മല പോലെ പ്ലാസ്റ്റിക്കിന്റെ, അതിനെ ചുറ്റിപ്പറ്റി മീൻ കിടക്കുന്ന, അതിനെയാണ് ഇവരിപ്പോ പിടിക്കുന്നത്. ആ വേസ്റ്റ് കിട്ടിയാൽ ഇവര് ഹാപ്പിയാണ് ഇവര്. കാരണം അത് കുറെ മീൻ അതിന്റെ കൂടെ സഞ്ചരിക്കും. ആ ലെവലിലായിട്ടുണ്ട്. അതുപോലെ വേസ്റ്റ്, കടലിലെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയതൊന്നുമല്ല. ഇന്ന് കക്കൂസ് മാലിന്യങ്ങൾ മുതൽ എല്ലാ വേസ്റ്റുകളും കൊണ്ട് കടലിലാണ് കൊണ്ടുവരുന്നത്. എടുപ്പിക്കാൻ വേണമെങ്കിൽ അത് എടുപ്പിക്കാൻ പറ്റും, ശരി. അതായത് വേസ്റ്റ് കൂമ്പാരമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അതിന്റെ തണല് പറ്റി മീൻ സഞ്ചരിക്കും. അല്ലെങ്കിൽ തണല് കിട്ടണമെങ്കിൽ ഏറ്റവും അടി പോണ്ടേ. ഇല്ല, അതിന് തണല് കിട്ടണമെങ്കിൽ അതുകൊണ്ട് അത് വരാൻ കാരണം ഇപ്പൊ നമുക്കറിയാം. നേരത്തെ മത്തി എന്നൊക്കെ പറയുമ്പോ നല്ല കുറച്ചുകൂടെ നീളത്തിലായിരിക്കും. ഇപ്പോഴത്തെ മത്തി ഇത്രേ കാണത്തുള്ളൂ. ഈവൻ നെത്തോലി വരെ വലിയ നെത്തോലി കിട്ടുമായിരുന്നു, അതിപ്പോ ചെറുതായി. അതായത് ചെറിയ ചെറിയ മീനുകൾ, അയിലയായാലും. പിന്നെ അയിലയും കുഴികളൊക്കെ വലുതാവുന്നുണ്ട്. ഇത് ഇവര് പറയുന്നത് ഇവിടത്തെ കടലിന്റെ ഈ വ്യത്യാസം ഇങ്ങനെ വന്നതുകൊണ്ട് ഇത്തരം മീനുകൾ ഇപ്പൊ അപ്പുറത്തെ സൈഡ് പോയിട്ട് നമ്മുടെ പിന്നെ ബേ ഓഫ് ബംഗാളിലെ
തീരങ്ങളിൽ ഈ മീനുകൾ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടുന്ന വലിപ്പമുള്ള സാധനങ്ങൾ അവിടെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അങ്ങോട്ടേക്ക് ചെയ്ത് ഇവര് ഉദാഹരണത്തിന് ഇപ്പൊ വേളാങ്കണ്ണി പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മാതാവിന്റെ നേർച്ച വെള്ളം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന് അതിനെ ഭദ്രമായിട്ട് കൊണ്ടുവന്ന് അതിനെ വല ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലിങ്ങനെ തളിക്കും വെറുതെ. അത് അവരുടെ അവരുടെ ഒരു വിശ്വാസം നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ചിലര് മീന് കൂടുതൽ ഞാൻ ചെയ്തു തരാം, നമ്മൾ ആൾക്കാരെ യൂട്ടിലൈസേഷൻ ആണ് അത്. മന്ത്രവാദികളുടെ അടുത്ത് പോകുന്നവരുണ്ട്. അവര് ആ അന്ധവിശ്വാസത്തിൽ ഇവരൊക്കെ ചെന്ന് കണ്ട എന്തായാലും അതിപ്പോ എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ, അത് ബിസിനസ്മാർ ഇന്ന് പോകുന്നില്ലേ, അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എല്ലാ വിശ്വാസങ്ങളും. അല്ലാതെ ഇപ്പൊ കോമൺ ഫാക്ട് എന്ന് പറയുമ്പോൾ തഴി പറഞ്ഞു തന്നെയാണ്. ഇപ്പൊ ഇപ്പൊ പിന്നെ ഭർത്താവ് കടലിൽ പോകുന്ന സമയത്ത് ഭാര്യ വേറൊരാളുമായിട്ട് ഇതാകുകയാണെങ്കിൽ ഭർത്താവ് കടലിൽ മരിക്കും എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ എല്ലാ മത്സ്യത്തൊഴിലാളികളുണ്ട്. അത് കോമൺ ഫാക്ട് ആണ്. പിന്നെ അതുപോലെ പുതിയ ഇതൊക്കെ ഇറക്കുമ്പോൾ അതാണ് എല്ലാം സഭയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ പുതിയൊരു പിന്നെ നമ്മളിപ്പോ സ്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പള്ളിയിൽ ചെന്ന് വെഞ്ചരിക്കുക, അതുപോലെ വള്ളം ഇറക്കിയാലും മല ഇറക്കിയാലും അച്ഛൻ കൊണ്ടുവന്ന് പ്രാർത്ഥന നടത്തുന്നതാണ് അവർക്കൊരു സേഫ്. ഞായറാഴ്ചകളിൽ പോകാൻ പാടില്ല പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ ഭാഗങ്ങളിൽ പോകത്തില്ല. പിന്നെ പോർട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകും അവര്. പക്ഷെ ഇപ്പോഴും തുറകളിൽ നിന്ന് ഞായറാഴ്ചകളിൽ കടലിൽ പോകില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോകില്ല. പിന്നെ ഓരോ ഇടവകൾക്കും ഓരോ മധ്യസ്ഥൻ എന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് സെന്റ് മാത്യൂസ്, അപ്പുറത്ത് മേരി മഗ്ദലന, ആ ഫീസ്റ്റ് ഡേക്കും പോകത്തില്ല, ആ നാട്ടുകാർ പോകത്തില്ല. അന്ന് തുറമുടക്കം. അതാണ് കടപ്പ്. അതിന് വേറെ എന്താ പേര് പറയാം? ഇല്ല, അതിന് പ്രത്യേകിച്ച് വേറെ നമ്മുടെ ലാംഗ്വേജ് പേര് പറയും. തുറമുടക്കൽ എന്ന് പറയുന്ന പോലെ മെനക്കേട് എന്ന് പറയും. മെനക്കേട്. നാളെ മെനക്കേടാണ് എന്ന് പറയാം. അവൻ കടലിൽ പോകരുത്. മെനക്കേട്. മീൻ മുട്ട പ്രത്യേകം കിട്ടത്തില്ല, വലിയ മീനിൽ നിന്ന് കിട്ടുന്നതാണ്. അതെ അതെ. ഇല്ല, മുട്ട കിട്ടാതിരിക്കുന്ന പറയുമ്പോ നേരത്തെ പിന്നെ ഈ പറയും പോലെ പെട്ടെന്ന് കുറെ കടലിൽ ഇങ്ങനെ വളരെ മീൻ കിടന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇവര് വന്ന് നേരത്തെ കോരിക്കൊണ്ട് പോകുന്നു. പക്ഷെ മീനിന്റെ മുട്ട മീനിന് വരുന്ന ഒരു കാലമുണ്ട്. നമ്മൾ മഴ കഴിഞ്ഞിട്ട് ഈ പൊഴികളിലൂടെ എല്ലാം വെള്ളം കയറത്തില്ലേ കടലിൽ, ആ സമയത്ത് പ്രജനന കാലം എന്ന് പറയുന്നത് മൺസൂൺ കഴിഞ്ഞ് ട്രോളിംഗ് പീരീഡുള്ള സമയം, പ്രജനന കാലം. ആ സമയത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവര് ട്രോളിംഗ് യഥാർത്ഥമായിട്ട് 90 ദിവസമല്ല വേണ്ടത്, ഒരു 3-4 മാസം കഴിഞ്ഞ് അത്ര ടൈം. ഇവരിപ്പോ വളരെ കുറച്ച് 90 ദിവസമാണ്, അതിനങ്ങനെ കുറവല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ അത്ര ദിവസമല്ല വേണ്ട. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സത്യത്തിൽ ട്രോളിംഗ് കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ മീൻ സമ്പത്ത് നമുക്ക് കൂടുതൽ കിട്ടും. ഇവിടെ കരയിൽ മത്സ്യം പിടിക്കുന്നവർ അത് സിഗ്നൽ എന്ന് പറയുമ്പോ ഇത് തന്നെയാണ്. പിന്നെ മുകളിൽ ഒരാൾ എണീറ്റ് നിന്നിട്ട് തുണി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാം മീൻ കൂടുതലുണ്ട്. അപ്പൊ ഇയാളും ഇവിടെ നിന്നിട്ട് ഈ മത്സ്യം വാങ്ങാൻ നിൽക്കുന്ന സ്ത്രീകൾ അപ്പുറത്തെ ഇപ്പുറത്തെ നിൽക്കും. അത് കണ്ട് ഇയാളും ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഇറക്കുമ്പോൾ ആ സ്ത്രീകളും അടുത്ത് വരും. എന്നിട്ടാണ് ലേലം വിളിക്കുന്നത്. അത് കാട്ടി വിളിക്കെന്ന് പറയും. ഇങ്ങനത്തെ ഒരു വാക്ക് അതിനും പറയും. അത് സംഘങ്ങളുടെ പ്രവർത്തനം ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല, സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല. കാരണം ഇവിടെ പണ്ട് ഇടത്തരം മുതലാളിമാരാണ് മീൻ എടുക്കുന്നത്. അപ്പൊ അവര് വലിയ വലിയ കമ്പനിയുമായിട്ട് ലിങ്കാണ്. അവര് വന്നിട്ട് ഒരു വില പറഞ്ഞ് എടുത്തോണ്ട് പോകും. അത് മാത്രമല്ല, ഇവിടെ വേറൊരു സമ്പ്രദായമുണ്ട്. ഇപ്പോ 5 ലക്ഷം രൂപയുടെ ഒരു സംരംഭമാണ് എനിക്കുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപ തരാൻ വേറൊരാൾ, ഞാൻ ഇത് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ 2 ലക്ഷം കാണത്തുള്ളൂ. അപ്പൊ അയാളായിരിക്കും പറയണത്, നീ 5 ലക്ഷം രൂപ സാധനം ആയിട്ട് ഞാൻ 3 ലക്ഷം രൂപ തരാം. ഈ 3 ലക്ഷം രൂപ തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കിട്ടുന്ന മീനില് ഒരു ഇപ്പൊ 100 രൂപയ്ക്കാണ് വിൽക്കുന്നെങ്കിൽ 5 രൂപ അയാൾക്ക് കൊടുക്കണം. അപ്പൊ അയാൾക്ക് കാശ് കരയിൽ നിന്ന് ഉണ്ടാക്കാനാണ്. ഈ ചിലപ്പോൾ ഒരുപക്ഷെ ഇയാൾ തന്നെയായിരിക്കും മീന് മേടിക്കുന്ന ആള്. അപ്പൊ ഈ മീൻ കൊണ്ടുവരുമ്പോ അയാൾ സൈലന്റ് ആണ്. ഇവൻ ആൾറെഡി 5% കൊടുക്കണം. പിന്നെ ഇവൻ തന്നെ വിലയും പറയാണ്, പൈസ വാങ്ങിച്ചിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ വലിയ ചൂഷണങ്ങളാണ് ഈ മേഖലയിൽ നടക്കുന്നത്.
മീൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ഇപ്പോഴും മീനുണ്ട്. ഞാനിടയ്ക്ക് ഇവിടെ നീണ്ടകര ഞങ്ങൾ പിന്നെ ഇത് ഹണ്ട് ചെയ്യുന്നവരാണ്. ഇത് ബ്ലൂ മറ്റേ എന്താ വെച്ച് ബ്ലൂ ട്യൂണ, ആ ട്യൂണ, അതിനു വേണ്ടി മാത്രം പോയിരുന്നു ഇടയ്ക്ക്. അപ്പോഴേക്കും ആദ്യത്തെ ഒരു പ്രാവശ്യം അവർ ഒരു 10 ലക്ഷം രൂപയുടെ മീൻ കൊണ്ടുവന്നു ബ്ലൂ ട്യൂണ. അതിന്